മകരവിളക്കിനൊരുങ്ങി ശബരിമല. പന്തളം വലിയ കോയിക്കൽ ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു. പരമ്പരാഗത പാതയിലൂടെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് യാത്ര. മകരവിളക്ക് ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി ദേവൻ MP ചേരുന്നു. ദേവൻ, തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഈ മകരവിളക്ക് കാണുന്നതിനായി എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? ലക്ഷ്മി, തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അല്പസമയം മുമ്പാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. ഇതോടുകൂടി മകരവിളക്കിനുള്ള എല്ലാ പൂർണ്ണ ഒരുക്കങ്ങളും ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ്. പന്തളം വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര ഏകദേശം 82ഓളം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് 14-ാം തീയതി വൈകുന്നേരം സന്നിധാനത്ത് എത്തിച്ചേരുക. ഇന്ന് ഇവിടുന്ന് ഇപ്പോൾ പുറപ്പെട്ട ഘോഷയാത്ര വൈകുന്നേരത്തോടു കൂടി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ എത്തും. അവിടെ ഇന്ന് തങ്ങുന്ന സംഘം നാളെ രാവിലെ വീണ്ടും യാത്ര ആരംഭിച്ച് വൈകുന്നേരത്തോടു കൂടി ലാഹ വനം വകുപ്പിൻ്റെ സത്രത്തിലായിരിക്കും എത്തുക. അവിടുന്ന് നാളെ വൈകുന്നേരം തങ്ങിയ ശേഷം മറ്റന്നാളോട് കൂടിയായിരിക്കും വൈകുന്നേരത്തോടു കൂടിയായിരിക്കും സന്നിധാനത്തേക്ക്. ആദ്യം ചെറിയാനമട്ടിൽ എത്തുന്ന സംഘം പിന്നീട് നീലിമല താണ്ടി ശരംകുത്തിയാലിലേക്ക് എത്തും. അവിടെ വെച്ച് ദേവസ്വം പ്രതിനിധികളും ഒപ്പം തന്നെ സർക്കാർ പ്രതിനിധികളും ഈ തിരുവാഭരണ ഘോഷയാത്രയെ ഏറ്റുവാങ്ങും. ഇന്ന് പുലർച്ചെ 4 കൂടിയായിരുന്നു പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണം സമീപത്ത് തന്നെയുള്ള പന്തളം കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ച് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഏകദേശം 1 മണിയോട് കൂടി തന്നെ ഇവിടുന്ന് ഘോഷയാത്ര പുറപ്പെട്ടു. ഇപ്പോൾ ഈ ഘോഷയാത്ര ഏകദേശം കുളനട ഭാഗം പിന്നിട്ടിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം സന്നിധാനത്തെത്തുന്ന ഘോഷയാത്രയെ സ്വീകരിക്കുന്നതോടുകൂടി ആയിരിക്കും മകരവിളക്കിൻ്റെ ചടങ്ങുകളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തുക. വൈകുന്നേരം ദീപാരാധന സമയത്ത് 18-ാം പടി കയറി സന്നിധാന ശ്രീകോവിലേക്ക് എത്തുന്ന തിരുവാഭരണം അയ്യപ്പനെ അണിയിക്കുന്നതോടുകൂടി തന്നെ ദീപാരാധന പൂർത്തിയാകുന്നു. ഈ സമയം തന്നെ ആയിരിക്കും മകരജ്യോതി അവിടെ തെളിയുക. ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. അതുമായിട്ടുള്ള വാഹന ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ തിരുവാഭരണ ഘോഷയാത്ര അങ്ങോട്ടേക്ക് പുറപ്പെട്ടതിനാലും ഒപ്പം തന്നെ മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നതിനാലും പമ്പ തീരത്തുള്ള വാഹന പാർക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ വിലക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭക്തർക്കുള്ള ദർശനത്തിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മകരവിളക്ക് ദിവസം 3 ലക്ഷത്തോളം ഭക്തരെയാണ് സന്നിധാനത്തേക്ക് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു വലിയ ജനത്തിരക്ക് അവിടെ ഉണ്ടായാൽ അത് ക്രമീകരിക്കുന്നതിനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുമൊക്കെയായി 18-ാം പടി കടന്ന് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഒരു ചെറിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും അത് ഒരുപക്ഷെ മകരവിളക്ക് അടുക്കുന്നതോടുകൂടി തന്നെ ഈ പല ഭാഗത്തു നിന്നുള്ള ഭക്തർ ഒരു കൂട്ടമായി അവിടേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ ഇവിടുന്ന് പന്തളത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ടും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ഈ ഘോഷയാത്രയ്ക്ക് ഒപ്പം നീങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ പന്തളം രാജപ്രതിനിധി കേട്ടനാൾ ശ്രീ രാജരാജവർമ്മയും ഈ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ശബരിമല മകരവിളക്ക് മഹോത്സവത്തിനായി ഒരുങ്ങി എന്ന് തന്നെ പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര ഈ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടി ശരംകുത്തി ആലിൽ എത്തുന്നതായിരിക്കും. ലക്ഷ്മി.